ആരാ സ്വഹാബി? ലോകത്തുള്ള ഏതൊരു വലിയൻ്റെയും മേലെയാണ് സ്വഹാബി. മദീനത്ത് കൃഷിപ്പണി ചെയ്തിരുന്ന, മക്കത്ത് ആടുമേച്ചിരുന്ന സ്വഹാബി ഏത് വലിയനേക്കാളും വലിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയേക്കാളും മഹാനാണ് ഒരു സാധാരണ സ്വഹാബി. അപ്പം ആലോചിച്ച്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മഹാനല്ലേ? ആണ്. ഷെയ്ഖ് റിഫായി തങ്ങൾ മഹാനല്ലേ? അതെ. ഷെയ്ഖ് ബഹുമാനപ്പെട്ട അഹമ്മദ് തിജാനി തങ്ങൾ മഹാനല്ലേ? 100% മഹാനാണ്. പക്ഷേ അതെല്ലാം സ്വഹാബത്തിൻ്റെ നേരെ താഴെയാണ്. ഇതൊക്കെ സ്വഹാബത്തിൻ്റെ താഴെയാണ്. മക്കായിൽ ആടുമേച്ച് നടന്നിരുന്ന സ്വഹാബി ഈ പറയുന്ന മഹത്തുക്കളെക്കാളും വലിയ ആളാണ്. എന്തുകൊണ്ട്? അവരെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറയിൽ, യഖ്ളയിൽ എന്ന് മാത്രമല്ല, ദുന്യവിയായ ഹബീബായ റസൂലുള്ളാഹിയുടെ സമാനിൽ, ഹബീബായ നബിയുടെ മക്കാനിൽ ഈമാനോടുകൂടി ഒരുമിച്ചുകൂടി ഹബീബായ റസൂലുള്ളാഹിയുടെ മുന്നിൽ അവരെത്തിച്ചേർന്നു എന്ന ഭാഗ്യം, അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. ഈ വ്യക്തിക്ക് മാറ്റം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഹബീബാ നബിയെ കൊണ്ടാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി മഹാനല്ലേ? 100% മഹാനാണ്, ഉറപ്പായിട്ട് മഹാനാണ്. പക്ഷെ ആരല്ല? സ്വഹാബിയുടെ സ്ഥാനത്തല്ല. അപ്പോൾ ഹബീബായ നബിയെ കൊണ്ടെന്നാൽ ഇവർക്ക് ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന് മാറ്റല്ലേ ഉണ്ട്. അതെവിടുന്ന് കിട്ടിയതാണ്? മിൻ ഫനാഇ ദിക്രി മുഹമ്മദിൻ. അവർ ഹബീബായ നബിയിൽ ഫാനിയായതാണ്. ഹബീബായ നബിക്ക് വേണ്ടി അവർ എല്ലാം സമർപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അവരാരായത്, ഇത്ര വലിയ മഹാന്മാരായത് ഒക്കെ. ഒരാളുടെ ലഭിക്കുന്ന മഹത്വം, ആ മഹത്വത്തിൻ്റെ മാനദണ്ഡം ഏത് മഹത്വമാണെങ്കിലും അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഏത് മഹത്വവും അങ്ങനെയാണ്. എല്ലാം ചിന്തിക്ക്. മദീന എന്നാൽ യസ്രിബാണ്. മദീനക്ക് പേര് യസ്രിബാണ്. പിന്നെ അതിന് മദീനയായത് അത് മദീനത്തുർ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മദീനത്തുർ റസൂലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകിയ പട്ടണമാണ്. അപ്പോൾ ഒന്നുമല്ലാത്ത യസ്രിബ് പിന്നെ മദീനയെ ചിന്തിക്ക്. ഒന്നുമല്ലാത്ത നാടാണ്. അവിടെ പോയ ആളുകൾക്ക് പനി പിടിക്കുന്ന നാടായിരുന്നു ഈ ചതുപ്പും പച്ചപ്പും ചതുപ്പു നിലവും ഉള്ള ഈ ഭൂമി. പിന്നെ ലോകത്തിൻ്റെ കേന്ദ്രമായി മാറി. എന്തുകൊണ്ട്? അത് ഹബീബ റസൂലുള്ളാഹി അഭയകേന്ദ്രമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു വസ്തു എന്താണെങ്കിലും, എന്ത് സാധനമാണെങ്കിലും, എന്തും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെ ഹബീബ റസൂലുള്ളാഹി വന്നിട്ട് ഒരിക്കലും ഒരു മരച്ചുവട്ടിലിരുന്നു. ആ വീട്ടുവളപ്പിലുള്ള ഒരു മരച്ചുവട്ടിൽ ഹബീബ നബി ഇരുന്നു. പിന്നെ അതുമുതൽ ആ മരത്തിന് വെള്ളം കൊടുത്ത് അതിനെ സംരക്ഷിക്കൽ പതിവാക്കി സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അടക്കമുള്ള വീട്ടുകാർ. എന്തുകൊണ്ട്? ഇസ്തളല്ല ബിഹൻ നബിയുൽ മുസ്തഫ. അതിൻ്റെ തണൽ ഒരു ദിവസം ഹബീബ നബി അനുഭവിച്ചു എന്നുള്ളതാണ് കാരണം. സ്വഹാബത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി ദുബ്ബ ആണ്. എന്താണ്? അത് ചെരങ്ങയാണ്. എന്തുകൊണ്ട്? കാന യുഹിബ്ബുഹു നബിയുൽ മുസ്തഫ. റസൂലുള്ളാഹിക്ക് ചെരങ്ങ വലിയ ഇഷ്ടമാണ്. മനസ്സിലായില്ലോ? റസൂലുള്ളാഹിക്ക് ചെരങ്ങ ഇഷ്ടമാണ്. അതുകൊണ്ട് സ്വഹാബത്തിന് ചെരങ്ങ ഇഷ്ടമാണ്. അപ്പോൾ ചെരങ്ങക്ക് ഇത്ര വലിയ മാത്രം ഉണ്ടാകാൻ കാരണം ചില നാട്ടുകാർ ചെരക്കാന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ചെരങ്ങാന്നും പറയും. അതെന്താ? അത് റസൂലുള്ളാഹി കഴിച്ചതാണ്. സ്വല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി ഇഷ്ടപ്പെടാൻ അതിനൊരു കാരണമുണ്ടാവും. ഇനി എല്ലാ കാരണത്തിൻ്റെ അപ്പുറത്താണ് റസൂലുള്ളാഹിന്റെ ആ രീതി. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ചെരങ്ങ ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്താണ്? മിൻ ഹുബ്ബിൻ നബിയിൽ മുസ്തഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന് ഇഷ്ടമാണ് എന്നതാണ് കാരണം. സ്വന്തം മകൻ പറയാണ്, നിങ്ങൾക്ക് ഉസാമയാണ് ഇഷ്ടം എന്നെക്കാൾ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാം. നിങ്ങൾക്ക് വാപ്പ എന്നെയല്ല ഇഷ്ടം, നിങ്ങൾക്ക് ഉസാമനെ ഇഷ്ടം. അപ്പോൾ പറഞ്ഞാൽ അതെ, എനിക്ക് ഉസാമയാണ് ഇഷ്ടം. എന്തുകൊണ്ട്? യുഹിബ്ബുൻ നബിയുൽ മുസ്തഫ. റസൂലുള്ളാഹിക്ക് ഉസാമ ഇഷ്ടമാണ്, എനിക്ക് ഉസാമ ഇഷ്ടമാണ്. ഒരു ചെറിയ ബാലനാണ്. ആര്? ചെറുപ്പക്കാരനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ആ ഉസാമ എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് ഉസാമ ഇഷ്ടമാണ്. അപ്പം എനിക്ക് നിന്നെക്കാൾ ഇഷ്ടം ആരെയാണ്? ഇസ്ലാമു അബ്ബാസിൻ അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമി അബി ഖുഹാഫ. എനിക്ക് എൻ്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ ഇഷ്ടം അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകലാണ് എന്ന് സയ്യിദുനാ സിദ്ദീഖ്. എന്തുകൊണ്ട്? കാന അഹബ്ബ ഇലൻ നബിയിൽ മുസ്തഫ.
റസൂലുള്ളാഹിക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകാൻ അതിരറ്റ ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ റസൂലുള്ളാഹിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. ഇസ്ലാമു അബ്ബാസിൻ അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമി അബി ഖുഹാഫ. അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുണ്ട്. അത് ഇടക്കാലത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് അബ്ബാസ് മുസ്ലിമാകലാണ് ഇഷ്ടം. ആര് മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ ബാപ്പ അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകലാണ്. എന്തുകൊണ്ട്? കാന ഇസ്ലാമു അബ്ബാസിൻ അഹബ്ബ ഇലാ റസൂലില്ലാഹ്. അബ്ബാസ് മുസ്ലിമാകലാണ് ആർക്കേറ്റവും ഇഷ്ടം? റസൂലുള്ളാഹിക്ക്. അതന്നെ ഇസ്ലാം. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതല്ല, അതന്നെയാണ് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുമാത്രം ഹബീബ റസൂലുള്ളാഹിന്റെ മഹത്വത്തിൽപ്പെട്ടതാണ് എല്ലാം. അത് ഇന്നത് എന്നൊന്നുമില്ല. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തും റസൂലുള്ളാഹിനെ വെറുതെ ഇഷ്ടപ്പെടുകയുമില്ല. നീ അതിൻ്റെ ശാസ്ത്രം പരിശോധിക്കേണ്ട ഒരു ബാധ്യതയും ഒരു മുഅ്മിനായ മനുഷ്യനില്ല. എന്തുകൊണ്ടാണ് നബി അത് ഇഷ്ടപ്പെട്ടത്? അത് ഇഷ്ടപ്പെട്ട കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും, ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ശാസ്ത്രീയ സംവിധാനങ്ങളൊക്കെ വന്നത് ഇന്നിപ്പോൾ ചെരങ്ങ റസൂല കൂടുതൽ കഴിക്കാനുള്ള കാരണം എന്താ? അതിൻ്റെതായ ഒരു ശാസ്ത്രീയ വശം കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിമീങ്ങളോ ഈ ലാബിൽ കൊണ്ടുപോയി നോക്കി പരിശോധിച്ചപ്പോൾ അതിന് വലിയൊരു ശാസ്ത്രീയ വശമുണ്ട് എന്ന് കണ്ടിട്ടാണോ അവരത് ചെയ്തത്? അല്ല. മനസ്സിലായില്ല? സ്വഹാബികൾ ചെരങ്ങ കഴിച്ചതിന് അതിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതിൻ്റെ ലാബ് റിപ്പോർട്ടാണോ? പറയേ. അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് തോന്നുന്നു, തേന് ഒറിജിനലാണോ അതൊരല്പെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് ഏത് രോഗിക്കും. എന്തുകൊണ്ട്? ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ മനുഷ്യർക്കും ശിഫുണ്ട്. ഇനി ഡോക്ടർ പറയാൻ ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ മരിച്ചോയിക്കോട്ടെ. മനസ്സിലായില്ലേ? എന്ത് ചിന്തിക്ക്. ഷുഗറുള്ള ഒരാൾ ഒരു 10-15 കൊല്ലം മുമ്പാണ്, വലിയ ഷുഗറുള്ള ഒരാൾ 10-15 കൊല്ലം മുമ്പാണ് വലിയ നല്ല ഷുഗറുള്ള ഒരാൾ, ഞാനും അയാളും അജ്മീറിൽ പോകുമ്പോൾ ഞാൻ ഒരിക്കൽ വന്ന് നോക്കുമ്പോൾ അയാൾ ആ ചെമ്പിൻ്റെ അപ്പുറത്തിരുന്നിട്ട് ഈ എന്താ പറയുക ശർക്കര ചോറ് കിട്ടും, പഞ്ചസാരയും ഒരു പ്രത്യേക ഒരു മഞ്ഞൊക്കെ ഇട്ടിട്ട് അവിടെ കൊടുക്കും അജ്മീറിൽ. അത് തിന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ മനുഷ്യ ഷുഗറാണ്. അപ്പോൾ ഇയാൾ പറയാം, ഖാജാൻ്റെ ചോറ് തിന്നിട്ട് ഷുഗർ ഉണ്ടാക്കുകയാണെങ്കിൽ ഷുഗർ ഉണ്ടായിക്കോട്ടെ. ഖാജ അത്രയും വലിയ ആളാണ്. ഖാജാൻ്റെ ചോറ് തിന്നിട്ട് എനിക്ക് ഷുഗർ ആണെങ്കിൽ ഷുഗർ ആയിക്കോട്ടെ. ഖാജ അല്ലാഹുവിൻ്റെ അബ്ദാണ്, ഞാനവരെ ബർക്കത്ത് ആഗ്രഹിച്ചു വന്നതാണ്. ഇതൊരു മുഅ്മിനിൻ്റെ രീതിയാണ്. മനസ്സിലായി പറഞ്ഞു എന്നതുപോലെ എന്നും. അപ്പം ഇവരൊക്കെ ഖാജക്ക് വലിയ ആളാണ്, ഇവരെല്ലാം വരും. പക്ഷെ എല്ലാ വലിപ്പത്തിലും ഹബീബായ നബിയിൽ നിന്ന് കിട്ടിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിൻ്റെ മഹത്വം എന്തിനു മേലെയുള്ള മഹത്വമാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ മധ്യവർത്തി ഇല്ല. അവരുടെയും മുസ്തഫായ നബിയുടെയും ഇടയിൽ മധ്യവർത്തി ഇല്ല എന്നതാണ് അവരെ മഹത്വം. എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആയാലും ഷെയ്ഖ് തിജാനി ആയാലും ഷെയ്ഖ് റിഫായി ആയാലും ഇവർക്കൊക്കെ ഇടയിൽ മധ്യവർത്തികളുണ്ട്. കാലത്തിൻ്റെ മധ്യവർത്തിയെങ്കിലും ഉണ്ട്. അവരും നബിയും ഒരേ കാലക്കാരല്ല. ചിലപ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് വിശ്വസിക്കുന്നതും ഹക്കായതുമായ യഖ്ലത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹളറത്തിൽ ഉണ്ടാവും. അവണ്ണം നമ്മുടെ ഖുജാ റസൂലുള്ള അവരുടെ റൂഹും അവിടെ വരുന്നവർ. ബഹുമാനപ്പെട്ട ഖാജയുടെ മജ്ലിസിൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മജ്ലിസിൽ ആര് വരും? സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സമാനിൽ വ്യത്യാസമുണ്ട്. വളരെ ചിന്തിക്കണം. 6-ാം നൂറ്റാണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ടുകാരനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. 6-ാം നൂറ്റാണ്ടുകാരനാണ്. നമ്മൾ ചിന്തിക്കും. ജമീഉ ശുഊനിൽ ഖൽഖി മിൻ ശൈനി ഫൈലഖി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിൽപ്പെട്ടതാണ് എല്ലാം. ഫഅനി വകൽകാലി വത്ർസി വലഖലഖി ഖിലാമി വനഖസി ഖദ് ഖദംതു ലിദിക്രിഹി ബിദിക്രി റസൂലില്ലാഹി അഅലു വർതഖി.
ഫൈനി അതുകൊണ്ട് എൻ്റെ കണ്ണ്, ഒ കൽക്കാലി എൻ്റെ നെഞ്ചകവും, ഒ തിർസി എൻ്റെ കടലാസും, ഉലക്കലക്ക എൻ്റെ നാവും, ഒ കലാമി എൻ്റെ പേനകളും, ഉനഖസി എൻ്റെതെല്ലാം ജമിയും. ഫൈനി എൻ്റെ കണ്ണ്, ഒ കൽക്കാലി എൻ്റെ നെഞ്ചകവും, തിർസി എൻ്റെ കടലാസും, ഉലക്കലക്ക എൻ്റെ നാവും, കലാമി എൻ്റെ പേനയും, ഉനഖസി എൻ്റെ മഷിയും. ഖദംതു ഇവയെല്ലാം ഞാൻ ഖിദ്മത്തിലാക്കി, സേവനത്തിലാക്കി, ലിദിക്രിഹി നബിയെ പറയാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലോകത്ത് ഏത് മാത്തവും നബി എന്നാ കിട്ടുക, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് കിട്ടും. എല്ലാം ഹബീബ നബിയിൽ നിന്ന് കിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ കൊണ്ട് കിട്ടും. പിന്നെ ഫൈനി മനസ്സിലായി, എൻ്റെ കണ്ണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് എന്ത്? കണ്ണ്. കണ്ണ് ഖിദ്മത്താണ് ആരിൽ? റസൂലുള്ളാഹിൽ. അപ്പം ഞാൻ വായിക്കണതൊക്കെ റസൂലിനെ മാത്രമാണ്, ഞാൻ കാണുന്ന റസൂലുള്ളാഹിനെ മാത്രം. റസൂലുള്ളാഹി വലൗ തുർഫത ഐനിൻ, ഒരു കണ്ണിൻ്റെയും അവിടെ നേരുന്ന നേരം പോലും ഞാനും നബിയും തമ്മിൽ മറിഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാനും നബിയും തമ്മിൽ ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം പോലും പിരിഞ്ഞിട്ടില്ല. മാ ഗാബ അന്നി റസൂലുള്ളാഹ്. ഷാദിലി ഇമാം പറഞ്ഞു, അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ മുരീദാണ്, ബഹുമാന ഖലീഫയാണ് അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഒരുപാട് മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട്. മാ ഗാബ അന്നി റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ തൊട്ട് ഒരു കണ്ണ് ഇമ വെട്ടുന്ന നേരം പോലും മറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആരെ കാണാണ്? റസൂലുള്ളാഹിനെ. ഇത് കവിക്കുണ്ടാകാം, എൻ്റെ കണ്ണിൻ്റെ ഖിദ്മത്ത് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി ശറഫാക്കപ്പെട്ട ആ ഒരു റൗദത്തു ഷരീഫയിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ണായിരിക്കും. അങ്ങനെ സദാ നേരവും നബിയുടെ ദൂരത്രയാണെങ്കിൽ അതൊന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഹബീബായ നബിയിലേക്ക് നോക്കിയിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈനി എൻ്റെ കണ്ണും, റസൂലിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊന്ന് കിട്ടിയാലും അതിലൂടെ റസൂലിനെ മാത്രം മനസ്സിലാക്കുക, എന്തും റസൂലിനെ മാത്രം മനസ്സിലാക്കുക, റസൂലിനെ മാത്രം. ഞങ്ങൾ ചിന്തിക്കുക, പ്ലാസ്റ്റിക് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ സാധനമാണ് പ്ലാസ്റ്റിക്. ലോകത്തിൻ്റെ അന്തകനാണ് പ്ലാസ്റ്റിക്. ലോകം മുഴുവൻ അവസാനിക്കൽ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും. കാരണം പ്ലാസ്റ്റിക് പോലെ ഒരു അപകടം വേറൊന്നുമില്ല. അത് 1400 കൊല്ലം മുമ്പ് അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ നിങ്ങൾ ചിന്തിക്കുക. അതാണ് എൻ്റെ ഈ പുസ്തകത്തിൻ്റെ സ്വർണ്ണ മലകൾ എന്ന യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൻ്റെ ഒരു ഉള്ളതാണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് 1400 കൊല്ലം മുമ്പ് ഒരു നബി പറയുക. അന്ന് പ്ലാസ്റ്റിക് പുറത്തില്ല, അന്ന് പറയുക പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന്. അപ്പം നിങ്ങൾ അത് ആലോചിച്ച് നോക്ക്. പെട്രോളിയം പുറത്തെടുക്കരുത്, അത് ആപത്താണ്. ആ ആപത്ത് ഇന്ന് ലോകം മുഴുവനും ഉൾക്കൊണ്ടു. എത്രയോ പട്ടണങ്ങളുണ്ട്, ആ പട്ടണങ്ങളിലെ മൊത്തം കാറുകളും എല്ലാ ദിവസവും അത് പുറത്തിറങ്ങാൻ സർക്കാർ സമ്മതം കൊടുക്കൂല. ഒരു തരം വണ്ടികൾക്ക് ഒരു ദിവസം, വേറൊരു തരം വണ്ടികൾക്ക് വേറൊരു ദിവസം. അങ്ങനെയാണ്. എല്ലാവരും എല്ലാ ദിവസവും വണ്ടി എടുത്ത് പുറത്തിറങ്ങിയാൽ പൊല്യൂഷൻ്റെ പ്രശ്നം. അപ്പോൾ ചില മുതലാളിമാർ 2 വണ്ടി വാങ്ങും, അവരെന്നും വണ്ടി പോകും സർക്കാരിനെ വെട്ടിക്കാൻ വേണ്ടി. അങ്ങനെയാണ്. കാരണം എയർ പൊല്യൂഷൻ കൊണ്ട് ലോകത്തിനുണ്ടാവുന്ന ആപത്ത് അത് പുറത്തു വന്നാൽ മാനവരാശിക്ക് അവസാനം ഉണ്ടാകാൻ പുണ്യ റസൂൽ പറയുക. ഇങ്ങനെ പറഞ്ഞൊരു മഹർഷിയില്ല, ഇങ്ങനെ പറഞ്ഞ നബിയുമില്ല. അപ്പം റസൂലിനെ മാത്രം എല്ലാം ഹബീബ എന്തൊന്നിനും റസൂലിനെ മാത്രത്തെ മനസ്സിലാക്കുക. എൻ്റെതെല്ലാം ഹബീബായ നബിയെ പറയാൻ വേണ്ടിയാണ് ഞാൻ സേവനം ചെയ്തത്. ഹബീബായ നബിയെ പറയുക, ഹബീബായ റസൂലുള്ളാഹിനെ മാത്രം പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സേവനമാക്കി, ഞാൻ ഖിദ്മത്താക്കി ലിക്രിഹി, നബിയെ പറയാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക, എത്രയെത്ര മാത്തുക്കളായ ആളുകളുണ്ട്. അവർ ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ അടുത്ത റബീഉൽ അവ്വലിന് ഒരുങ്ങും. എന്തുകൊണ്ട്? റബീഉൽ അവ്വൽ റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തും. അടുത്ത മൗലിദിൽ അടുത്ത റബീഉൽ അവ്വലിലേക്ക് ഒരുങ്ങും. ഈ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. സൂക്ഷിച്ചു വെക്കുന്ന തേങ്ങകൾ റബീഉൽ അവ്വൽ വിറ്റിട്ട് അതുകൊണ്ട് മൗലിദ് നടത്തും. പിന്നെ അടുത്ത തേങ്ങടൽ മുതൽ ഒരുങ്ങും. എന്തിന്? അടുത്ത റബീഉൽ അവ്വലിന് റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുങ്ങാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
റബീഉൽ അവ്വലിൽ എന്നെ സാധുക്കളെ വിളിച്ച് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഉണ്ടാക്കി, ഒരു പെട്ടി ഉണ്ടാക്കി. ആ പെട്ടിയിൽ പൈസ ഇടുന്ന ആളുകളെ ഇപ്പോഴും എനിക്കറിയാം. ഒരു പെട്ടി ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ആ പൈസ കിട്ടുന്ന പൈസ എന്തെങ്കിലും ഒന്ന് എല്ലാ ദിവസവും ആ പെട്ടിയിലിടും. അത് ഒരുങ്ങാണ് എന്തിലേക്ക്? റബീഉൽ അവ്വലിലേക്ക്. എന്തുകൊണ്ട്? അവരെ ഖൽബ് മുഴുവനും ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. كلامي ونقصي قد خدمت لذكره بذكر رسول الله أعلو وأرتقي بذكر رسول الله റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞുകൊണ്ട് അഅലു ഞാൻ മേലെയാകും, ഞാൻ ഉയരും, വഅർതഖി ഞാൻ കയറുകയും ചെയ്യും. റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉയരും, റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉയരും, ഞാൻ മേലെ കയറും. അർതഖി കയറും, അഅലു ഉയരും. ബിദിക്രി റസൂലില്ലാ, റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ട് അഅലു ഞാൻ ഉയരും, വഅർതഖി ഞാൻ കയറും. ബിദിക്രി റസൂലില്ലാഹി അഅലു വഅർതഖി. ബിദിക്രി റസൂലില്ലാഹ്, അള്ളാഹിന്റെ ഹബീബിനെ പറയുന്നത് കൊണ്ട് അഅലു ഞാൻ ഉയരും, വഅർതഖി ഞാൻ കയറും. അപ്പോൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കാം. റസൂലുള്ളാഹിനെ പറഞ്ഞാൽ ഉയരും, ആ റസൂലുള്ളാഹിനെ പറഞ്ഞാൽ ഉയരും സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ പറഞ്ഞാൽ ഉയരും. ആരുയരും? ആരുയരും. റസൂലുള്ളാഹിനെ പറഞ്ഞാൽ ഉയരും. എത്രയോ ആളുകളുണ്ട്, അവർ മുസ്ലിം ആയാലും ചിലപ്പോൾ അമുസ്ലിമോ ആയിരിക്കാം. അമുസ്ലിങ്ങളായ ആളുകൾ കേരളത്തിലില്ലേ? അല്ലാഹുവിന്റെ ഹബീബിൻ്റെ മാത്രം പറയാൻ വേണ്ടി മാത്രം ചിലവഴിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. നമ്മൾ അത്ഭുതമാണ്. അവർക്ക് അതിന് കാര്യവും കിട്ടും. ഒരു നബിയെ പറഞ്ഞുകൊണ്ട് നബിയെ ഒരു വാക്ക് പറയാൻ എതിർ പറയാൻ സമ്മതിക്കൂല. അങ്ങനത്തെ ആളുകളില്ലേ? അത്ഭുതമല്ലേ? ചില ചാനലുകാരൊക്കെ അവർ തിരിച്ചും മറിച്ചും ചോദിച്ച് റസൂലുള്ളാഹിനെ മാനം കെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ ചെയ്തപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു. എങ്ങനെ മനുഷ്യനെ മറുപടി പറയാൻ? അപ്പോൾ അത്ഭുതമാണ്. ആ മറുപടിക്ക് മുന്നിൽ ചാനലുകാരൻ, കുതന്ത്രക്കാരൻ തോറ്റുപോയി. റസൂലുള്ളാഹിക്കെതിരെ ഒരു വാക്ക് പറയാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരില്ലേ? പറയും. അതേ സമയത്ത് റസൂലുള്ളാഹിനെ കൽബില്ലാത്ത മുസ്ലിങ്ങളുണ്ട്. അതുണ്ട്, ഇതുണ്ട്. ഉമ്മർക്ക് പോയിട്ട് മക്കത്ത് പോയി തിരിച്ചു വരുന്നവരുണ്ട്, മദീനത്തേക്ക് പോകാത്തവരുണ്ട്, മദീനത്ത് പോകാത്തവരും ഉണ്ട്, മദീനത്ത് പോകാത്തവരും ഉണ്ട്. എന്തുകൊണ്ട്? മദീന അവരെ കൽബിൽ കയറിയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹിന്റെ ഹബീബിനെ പറ്റി ഞാൻ പറയാം, ഒരു മുസ്ലിമൻ തന്നെ ആയിക്കോണമെന്നില്ല, അവർ ഉയരും. അവർ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാൽ ഉയരും. എങ്ങനെയൊക്കെ ഉയരും? എങ്ങനെയും ഉയരാം. എങ്ങനെയും എന്ന വാക്കിന് ഞാൻ എങ്ങനെയും തന്നെ അർത്ഥം വെക്കണം. എങ്ങനെയും. ഹിദായത്തിന് ഒരു സെക്കൻഡ് മതി. ആ സെക്കൻഡിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1 കോടി വർഷത്തെക്കാളും വേലയാക്കി കൊടുക്കാനും റബ്ബിന് കഴിയും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അവർ അമുസ്ലിങ്ങളല്ലേ? അമുസ്ലിം കണക്കൊന്നും അതിനില്ല. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് പറഞ്ഞാലും ഉയരും. ഞാൻ മുസ്ലിം പറഞ്ഞാൽ ഉയരുന്നതാണ്, മുസ്ലിം മാത്രം പറഞ്ഞാൽ ഉയരുന്നല്ല. മുസ്ലിം മാത്രമേ ഉയരൂ, അങ്ങനെയല്ല. ആരും ഉയരും. റസൂലുള്ളാഹിനെ പറഞ്ഞാൽ അവർ അമുസ്ലിം ആണെങ്കിൽ പോലും ആ മുസ്ലിമിന് ഒരു ഉയർച്ച ഉണ്ടാവും. ബിദിക്രി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ പറയുന്നത് കൊണ്ട് അഅലു ഞാൻ ഉയരും, വഅർതഖി ഞാൻ കയറിപ്പോവുകയും ചെയ്യും. അവർ ഉയരങ്ങളിലേക്ക് കയറിപ്പോവും. വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ നാമത്തെ നാം ഉയർത്തിയിട്ടുണ്ട്. അങ്ങയുടെ നാമത്തെ നാം ഉയർത്തി. പുണ്യ റസൂലിൻ്റെ നാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക, വറഫഅനാ ലക ദിക്റക. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ്. ആ മഹത്വത്തിൽ നിന്ന് മഹത്വം നേടിയ 2 വ്യക്തികളുണ്ട്. പലരുണ്ട്. 2 വ്യക്തിയിൽ ഒരു വ്യക്തി ആമിന ബീവിയാണ്. ആമിന ബീവിയാണ്. ചിന്തിക്ക്. ഒന്ന് അബ്ദുള്ള എന്നവരാണ്. അവർ മറ്റുള്ള ആൾ തന്നെയാണ്. തീർച്ചയായും റളിയല്ലാഹു അൻഹു മറ്റുള്ള ആൾ തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ലോകത്തുള്ള രംഗപ്രവേശം ആ മനുഷ്യൻ്റെ മുതുകിലൂടെ വന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമാണോ? അതെങ്ങനെ ചെറിയ കാര്യമാകുക? പിന്നെ ഒരിക്കൽ പോലും ഇവരൊക്കെ നിങ്ങൾ ചിന്തിക്കണം, ഇവരൊന്നും മുശ്രിക്കുകളും അല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കാൻ കിടക്കുന്ന നേരത്ത് കൈ പിടിച്ചേൽപ്പിക്കുകയാണ് അബൂ താലിബ്, ആര്, അബ്ദുൽ മുത്തലിബ് എന്നവർ. അവരൊക്കെ റസൂലുള്ളാഹിക്ക് മുമ്പല്ലേ മുമ്പന്നെ, പക്ഷേ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. ഹലീമ ബീവിയുമായി കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞായ ഹബീബായ നബിയെയും കൊണ്ട് അവരെ സഅദിയ ഗോത്രത്തിലേക്ക് പോവുക. ആ നേരത്ത് കുട്ടിയെ അവർ കൊണ്ടുപോയപ്പോഴത്തിന് ആമിന ബീവിക്ക് വിഷമായി. ഒരല്പം ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഓടി നോക്കി. അപ്പോഴത്തിന് മനസ്സിലായിട്ട് ചില സംഗതികൾ പറഞ്ഞു. ആ ഒരു ഗോത്രം പിന്നെ മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ആ കൊണ്ടുപോകുന്ന നേരത്ത് കുറേശ്ശികളൊരു നാട്ടു നടപ്പാണ്. എന്ത്, ഒരു കുട്ടി ജനിച്ചാൽ മുലപ്പാലുള്ള ഒരു പെണ്ണിനെ ഏൽപ്പിക്കുക, വേറെ വേറെ കൊണ്ട് മുല കൊടുപ്പിക്കുക. അതൊക്കെ ഒരു സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ഹലീമ ബീവിയെ ഈ കുട്ടിയെ ഏറ്റെടുത്ത് കൊണ്ടുപോകും. ആ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന നേരത്ത് കൊണ്ടുപോയി. പിന്നെ കുട്ടിയുടെ ആ ഒരു അസാന്നിധ്യം ആമിന ബീവിക്ക് പ്രയാസമായി. ഭയങ്കര ഒരു അല്പം പുറത്തേക്ക് ഓടി. അപ്പോഴത്തിന് സംഘം വിട്ടുപോയി. അപ്പോൾ അവർ വേദനിക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, അവരെ അള്ള വെറുതെ ആക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെ ഗർഭപാത്രത്തിലല്ലേ മുസ്തഫ നബി? എന്നിട്ട് അവരെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക. അതെന്ത് വർത്താനാണ് പറഞ്ഞത്? അതിൻ്റെ മാറ്റം എത്രയാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം പേറിയ ഒരു വയറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ പറയാം? അപ്പോൾ അവരും ഉയർന്നു. ആരെ കൊണ്ട്? ഹബീബ നബിയെ കൊണ്ട് ഉയർന്നു. അവർക്ക് അമിന ബീവി എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹാ എന്ന് പറയും. ഒരു മുഅ്മിനാണോ പറയും. എന്തുകൊണ്ട്? അത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അമിന ബീവി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളല്ല നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ റസൂലുള്ളാഹിയുടെ ഉമ്മയായത്. അള്ളാഹിൻ്റെ ഹബീബിനെ അവർ ഏറ്റെടുത്തു. പിന്നെ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പാലിൻ്റെ പാത്രം കൊണ്ട് ചെല്ലുമ്പോൾ ഒട്ടകം അകിടിങ്ങനെ പൊട്ടിച്ചാടുന്ന കോലത്തിൽ നിൽക്കുക. എന്തുകൊണ്ട് ഹബീബായ നബിയെ കൊണ്ട് ഉയർന്നുപോയി. ആര്? ഒട്ടകം. മനസ്സിലായില്ല? ആ ഒട്ടകത്തിൻ്റെ അകിട്ടിൽ പാലില്ല. ആ ഒട്ടകത്തിൻ്റെ അകിട്ടിൽ പാലില്ല. ആമിന ബീവിയുടെ മുലയിലും പാലില്ല. പിന്നെ ദാരിദ്ര്യം കൊണ്ടാണ് ഏറ്റെടുക്കുന്നത്. പിന്നെ ആ മുലപ്പാൽ, ആ രണ്ട് മുലയിലും മുലപ്പാലുണ്ട് ഉയർന്നു ഹബീബായ നബി ഏറ്റെടുത്തപ്പോൾ. ചിന്തിക്ക്, ഹബീബായ റസൂലുള്ളാഹിനെ ഏറ്റെടുത്തപ്പോൾ ആ മുലയിൽ മുലപ്പാൽ അറിഞ്ഞു. സ്വന്തം കുട്ടിക്ക് പള്ളറച്ച് പാലിട്ട് ആരേറ്റെടുത്തപ്പോൾ? നേരത്തെ ഒരു കുട്ടി കുടിക്കാൻ അതിൽ പാലില്ല. റസൂലുള്ളാഹിനെ കൊണ്ട് വേലയായി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നേരത്തെ ആമിന ബീവിയുടെ കുട്ടിക്ക് തന്നെയും എന്തില്ല? മുലപ്പാലില്ല. പിന്നെ എന്തിനെ മക്കയിൽ വന്നത്? ദാരിദ്ര്യം. ഹലീമ ബീവിയുടെ മുലയിൽ ഒരു കുട്ടിക്ക് കുടിക്കാനുള്ള മുലപ്പാല് ഇല്ല. പിന്നെന്തിനെ? കിട്ടിയത് കുട്ടിക്ക് രണ്ടാം കുട്ടിയൊക്കെ കൂടി കൊടുക്കുക. ദാരിദ്ര്യം. മുലപ്പാൽ വിറ്റാൽ ജീവിക്കണേ. അപ്പോൾ എത്ര ദാരിദ്ര്യം! ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ മുലപ്പാൽ വിറ്റ് ജീവിക്കുന്ന ഒരാളുണ്ടോ? ഇല്ല. അത്രയും വലിയ ദാരിദ്ര്യം. ഒരു കുട്ടിക്ക്, സ്വന്തം കുട്ടിക്ക് കുടിക്കാനുള്ള മുലപ്പാലില്ല. അതേ സമയത്ത് ഈ കുട്ടി പിന്നെ എന്തായി? ഈ ഹബീബ റസൂലുള്ളാഹി എന്ന ആ കുട്ടിയെ ഏറ്റെടുക്കുന്നതോടുകൂടെ സ്വന്തം കുട്ടിക്കും പാലായി. ഒരു തുള്ളി പാലില്ലാത്ത ഒട്ടകത്തിൻ്റെ അകിട്ടിൽ പാലായി. ആരെക്കൊണ്ട്? പറയേ. സുൽത്താനെ കൊണ്ട്. സുൽത്താൻ തൊട്ടൊക്കെ അങ്ങനെയാണ്. തൊട്ടു എന്ന് പറഞ്ഞ പോലെ തൊടുമ്പോലെ തൊടണം. അതാണ് വലിയ വിഷയം. സുൽത്താനെ തൊട്ടു എന്ന് പറഞ്ഞാൽ പോരാ. സുൽത്താനെ തൊട്ടു എന്ന് പറഞ്ഞാൽ പോരാ. തൊട്ടു എന്ന് പറഞ്ഞാൽ തൊട്ടു. ഒരാൾക്ക് നീണ്ട താടിയുണ്ടായി. അത് റസൂലുള്ളാഹിനെ തൊടണം. ഒരാൾക്ക് താടി ഉണ്ടായി, നീണ്ട താടി, നല്ല താടി ഉണ്ടായി. റസൂലുള്ളാഹിന്റെ താടി ഉണ്ടായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ളാഹിയിലേക്കുള്ള ഒരു അലാമത്താകണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ഈമാൻ വേണം.
ഇല്ലെങ്കിൽ താടിൻ്റെ കാര്യമില്ല, മുസ്ലിമായിട്ടും കാര്യമില്ല. മുസ്ലിമായ താടിക്കാർ വിമർശിച്ചിട്ടില്ലേ മുൻഗാമികൾ? മനസ്സിലായില്ല. മുസ്ലിമായ താടി ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ താടിയാണ് പ്രത്യക്ഷത്തിൽ എന്താണ് സുൽത്താൻ്റെ അടയാളാണെന്ന് തോന്നും. പക്ഷെ അതിനെ നിങ്ങൾ വിമർശിച്ച കാലം ഉണ്ടായിട്ടില്ല. എന്തിനാ മൗദൂദികൾക്ക് തടിയിത്തിര നീളം, നീണ്ടുവലിഞ്ഞല്ല കിടക്കുന്നു നെഞ്ചത്തോളം. ഇതൊരു 50 കൊല്ലം മുമ്പുള്ള മലബാറിലെ ഒരു പാട്ടാണ്. പുലിക്കോട്ടിലാണ് ഈ പാട്ടിൻ്റെ രചയിതാവ് എന്ന് തോന്നുന്നു. പല വലിയ ആളുകളും ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വാപ്പ സ്ഥിരം പാടുന്ന കേട്ടിട്ടുണ്ട്. ചില വെയ്ത്തുകളൊക്കെ ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പോൾ വാപ്പ ചെല്ലും, അതിൽപ്പെട്ടിട്ടാണ്. ഞാൻ എൻ്റെ വാപ്പയിൽ നിന്നാണ് ഈ വെയ്ത്ത് പഠിച്ചത്. എന്തിനാ മൗദൂദികൾക്ക് തടിയിത്തിര നീളം, നീണ്ടു വലിഞ്ഞല്ല കിടക്കുന്നു നെഞ്ചത്തോളം. അപ്പൊ ഈ മൗദൂദികൾ, എന്തിനാ മൗദൂദികൾക്ക് താടി ഇത്ര നീളം? മൗദൂദികൾ എന്ന കൂട്ടത്തിൽ മുസ്ലിമീങ്ങളല്ലേ? അതെ. താടി മുസ്ലിമായ മനുഷ്യൻ താടി പ്രത്യക്ഷ റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ? അതെ. മുൻഗാമികൾ വിമർശിച്ചു. അപ്പം എന്താണ് അതിൻ്റെ പ്രത്യേക കേസ് ഉണ്ടായിട്ട് കാര്യമില്ല, പുറത്തുള്ള കേസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഉള്ളിൽ ആര് വേണം? റസൂലുള്ളാഹി വേണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളിൽ റസൂലുള്ളാഹി ഉണ്ടാവണമെങ്കിൽ ഒരു സുന്നികളാണ്. പുറത്ത് ആർക്കും റസൂലുള്ളാഹിനെ ഉണ്ടാക്കാം. ചിന്തിക്ക്. നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളത് വളരെ ഗൗരവമായി അത് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ ഈ പറയുന്ന ആളുകൾ മുസ്ലിങ്ങളല്ലേ? അതേ മുസ്ലിങ്ങൾ തന്നെയാണ്. താടി റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ? അതേ. അപ്പം മുസ്ലിം താടി വെച്ചതിനെ വിമർശിച്ചു. എന്തിനാ മൗദൂദികൾക്ക് താടി ഇത്തര നീളം? നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ ഉള്ളിലുണ്ടെങ്കിൽ, ആമിനാബിയുടെ ഉള്ളിലുണ്ട്, ഒരു വെറുതെ ആവില്ല. ഹലീമാബിയുടെ ഉള്ളിലുണ്ടായി, വെറുതെ ആയില്ല. ഹലീമാബിയുടെ ഉള്ളിൽ ഹബീബായ നബി ഉണ്ടായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയെ സംരക്ഷിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹലീമാബി റളിയല്ലാഹു അൻഹ ജൂതന്മാർ ഹബീബായ റസൂലുള്ളാഹിയെ പിന്തുടർന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ട്. റസൂലുള്ളാഹിനെ പിന്തുടർന്ന് കൊല്ലുക കുട്ടിക്കാലത്ത്. അവിടെയൊക്കെ ഹലീമ ബീവി സംരക്ഷിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ചിന്തിക്ക്. അതൊക്കെ ഇപ്പം ചരിത്രത്തിൽ ഒരു ക്രിസ്തീയ പാതിരി ഏറ്റവും പ്രശംസിക്കപ്പെടുകയാണ്. ഒരു ക്രിസ്തീയ പാതിരി. എന്താ കാരണം? ആ ക്രിസ്തീയ പാതിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാർ കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ ഷാമിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ജോർദാനിലെ അവരുടെ മഠത്തിൽ, ക്രിസ്തീയ മഠത്തിൽ വെച്ച് തിരിച്ചയച്ചു. ഈ കുട്ടിയെ കൊണ്ടുപോകരുത്, ഷാമിലേക്ക് കൊണ്ടുപോകരുത്, അവിടെ ഈ കുട്ടിയുടെ ശത്രുക്കളായ ചില ആളുകളുണ്ട് എന്ന്. ജൂതന്മാരായ ചില ആളുകൾ ഈ കുട്ടിയെ, വൈരാഗ്യശാലികളുണ്ട്, ഈ കുട്ടിയെ കണ്ട കൊന്നുകളയും, നിങ്ങൾ തിരിച്ചുകൊണ്ടോണം. ആ മനുഷ്യൻ മരിക്കുന്നവരെ ക്രിസ്ത്യാനിയായി മരിച്ചു. ക്രിസ്ത്യാനിയാണ്. പക്ഷെ ലോകത്ത് മുസ്ലിങ്ങളുടെ നാവിലൂടെ ഏറ്റവും പ്രശംസിക്കപ്പെട്ടൊരു ക്രിസ്ത്യാനിയാണിത്. മനസ്സിലായില്ല. റസൂലുള്ളാഹിനെ ഷാമിലേക്ക് കൊണ്ടുവരാൻ കൂട്ടത്തിൽ ആരുണ്ട്? അബൂതാലിബ് എന്നവരുമുണ്ട്. അപ്പം അബൂതാലിബ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ, അബൂതാലിബ് എന്നവരുമുണ്ട് നമ്മൾ പറയാൻ കാരണം എന്താ? അബൂജഹൽ എന്നവരുമുണ്ട് എന്ന് നമ്മൾ പറയലില്ല. അബൂലഹബ് എന്നവരുമുണ്ട് എന്ന് അറിയില്ല. അബൂതാലിബ് എന്നവരെന്ന് പറയും. സാലിങ്ങളൊക്കെ അങ്ങനെ പറയും, അബൂതാലിബ് എന്നവരുമുണ്ട്. അബൂതാലിബ് കാഫിറാണ് എന്ന് പറയാൻ ഒരു സുന്നിയായ മുസ്ലിം പണ്ഡിതൻ തയ്യാറാവില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ സംരക്ഷിച്ച ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ അടുക്കൽ അതിനൊക്കെ ഒപ്പുണ്ടോ? നമുക്കതിനെ പറ്റി അറിയില്ല. അതിനുവേണ്ടി അനവധി കിതാബുകൾ എഴുതിയവരുണ്ട്. അതേ അബൂതാലിബിനെ കാഫിർ എന്ന് പരസ്യമായി പ്രസംഗിക്കാൻ മടിയില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹുവിനെ പോലത്തെ ആളുകൾ നജാത്ത് അബൂ താലിബ്, പരലോകത്തിൽ രക്ഷപ്പെടുന്ന ആളുകളിൽ ഒരാളാണ് അബൂ താലിബ് എന്ന വിഷയത്തിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. വേറെയും സാലിഹ്യങ്ങളായ മുൻഗാമികളായ അയിമ്മത്തിന് അങ്ങനെ പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി കിതാബ് എഴുതിയിട്ടുണ്ട്.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായ അബൂ ത്വാലിബിന് വേണ്ടി കിതാബ് എഴുതിയിട്ടുണ്ട്. അവർ രക്ഷപ്പെടാൻ സാധ്യത രക്ഷപ്പെടുന്ന ഒരാളാണ് എന്ന്. എന്ത് കാരണം? റസൂലുള്ളാഹിനെ സംരക്ഷിച്ചു. അപ്പൊ കച്ചവടം ഉപേക്ഷിച്ച് അവർ തിരിച്ചു വന്നു. അബൂ ത്വാലിബ് എന്നവർ നമ്മൾ പറയാൻ കാരണം എന്താണ്? സാധാരണ ആളല്ല. ആ കച്ചവടം ഉപേക്ഷിച്ച് തിരിച്ചു വന്നു. എന്തുകൊണ്ട്? ഷാമിലേക്ക് കൊണ്ടുപോയാൽ ഈ കുട്ടിയുടെ മേൽ അവർ ആപത്ത് ഭയപ്പെട്ടു. കാരണം വളരെ ചിന്തിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. റസൂലുള്ളാഹിനെ കൊണ്ടാണ് ഉയർച്ച. ആർക്ക് ദഹിച്ചാലും ദഹിച്ചില്ലെങ്കിലും അവരൊക്കെ ഉന്നതന്മാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ അബൂ ത്വാലിബാണെങ്കിൽ പോലും റസൂലുള്ളാഹിനെ സംരക്ഷിച്ചു. അള്ളാഹിൻ്റെ കാര്യം നമുക്ക് ഒമാ ഊട്ടിയിട്ട് മിനൽ ഇൽമി ഇല്ല ഖലീല. അപ്പോൾ കുറഞ്ഞ വിവരമല്ലേ ഉള്ളൂ, നമുക്ക് കുറഞ്ഞ വിവരം മാത്രമേ അല്ലേ ഉള്ളൂ. നമുക്ക് വിവരമില്ലല്ലോ. ചിന്തിച്ചു നോക്ക്, നമുക്ക് വിവരമില്ല. അള്ളാഹുവിന് വേണ്ടി എത്ര ആളുകൾ മരിച്ചു. ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉഹുദിലേക്ക് ഇറങ്ങി വന്ന് ഹബീബായ നബിയോട് പറഞ്ഞു, ഇന്നല്ലാഹ കതബ അല സമാഇ, ആകാശത്തിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹംസ അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹമാണ്. ആര്? ഹംസ. ഹംസ റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയിലില്ല. മനസ്സിലായില്ല? ഒരു പേരുണ്ടോ അശറത്തുൽ മുബശ്ശറയിൽ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ്, പിന്നെ സിദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലിയുൽ മുർത്തദ, പിന്നെ ത്വൽഹ, സുബൈർ, സഈദ്, പിന്നെ അബു ഉബൈദ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അല്ലേ? ഈ 10 ആളുകളാണല്ലോ എന്ത് അശറത്തുൽ മുബശ്ശറ. ഈ 10 ആളുകൾ പോലും ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചു. അത്രയും വലിയ എഴുത്താണ് ആർക്ക്? എന്തുകൊണ്ട്? ബിഹിമായത്തിഹി അന്നബിയ്യൽ മുസ്തഫ, റസൂലുള്ളാഹിനെ സംരക്ഷിക്കുക. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ മാത്രം ദേഷ്യപ്പെട്ടു. ആ ദേഷ്യ കാരണമായി ആരോ ദേഷ്യപ്പെടുത്തി. അപ്പോൾ മുസ്ലിമായ ആളാണ് ആര്? ഇത് 4-ാം വേദക്കാരനായോ എന്ന് ഖുറൈശികൾ ചോദിച്ചപ്പോൾ ആയി, ഞാൻ 4-ാം വേദക്കാരൻ തന്നെ, ഈ ആരാ ചോദിക്കാൻ. അങ്ങനെ ആ വാശിപ്പുറത്ത് മുസ്ലിമായി. പിന്നെ ഇസ്ലാം ഉൾക്കൊണ്ടു. അങ്ങനത്തെ ഒരാളാണ് ആര്? സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹിനെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ മുസ്ലിമായ ആളാണ് ആര്? സയ്യിദുനാ ഹംസ. അന്ന് ആരല്ല ഈ സംരക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു പ്രത്യക്ഷ മുസ്ലിമൊന്നും അല്ല ഹംസ റളിയല്ലാഹു അൻഹു. അതും ആ സാന്നിധ്യത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഇല്ല. ആ സാന്നിധ്യത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഇല്ല. ഹംസ റളിയല്ലാഹു അൻഹു പിന്നെ വന്നതാണ്. ആരൊക്കെ പറഞ്ഞതാണ് ഹംസ റളിയല്ലാഹു അൻഹു. സഫാ കുന്നിന്റെ താഴ്വരയിൽ വെച്ച് മുഹമ്മദിനെ അബൂ ഹക്കം ആക്ഷേപിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞതാ. ഇമ്മങ്ങളുടെ ദേഷ്യം വന്നു. ആ ആൾ പിന്നെ ഉഹദിൽ മരിച്ചു. ഉഹദിൽ മരിച്ചപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെയാണ്? അപ്പോൾ ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാനും കണ്ണും കയ്യും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ മരിച്ചതാര്? സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. പക്ഷെ പിന്നെന്തായി? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, എന്ത്? ആകാശത്തിന്റെ മുകളിൽ അല്ലാഹു തആല എഴുതി വെപ്പിച്ചിട്ടുണ്ട്. എന്ത്? അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹമാണ്. ആര്? സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബിദിക്രി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ദിക്ർ കൊണ്ടാണ്. റസൂലുള്ളാഹിനെ എല്ലാം കാരണം റസൂലുള്ളാഹിനെ. പുണ്യ മുഹമ്മദ് മുസ്തഫ അതന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെയാണ്. ഒരു നോമ്പ് ജീവിതത്തിൽ നോക്കാത്ത, ഖുർആൻ ഒരു വട്ടം പോലും ഖത്തം തീർക്കാത്ത അവസരം ഉണ്ടായില്ല. മയ്യിത്ത് നിസ്കാരം പോലും നിസ്കരിക്കപ്പെടാതെ മറവ് ചെയ്യപ്പെട്ട ഒരു പെണ്ണ് ലോകത്ത് അത്യുന്നതയായി. എന്തുകൊണ്ട്? ബിദിക്രി റസൂലില്ല, റസൂലുള്ളാഹിന്റെ ദിക്റാണ് അതിന് കാരണം. ആരാണ് ആ പെണ്ണ്? ഉമ്മുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആരെന്താ മാത്രം? ബിദിക്രി റസൂലില്ല. ബിദിക്രി റസൂലില്ലാഹി അലു വർതഖി. ഇതിനൊരു ഉത്തരം കിട്ടും. നീ നബിയെ പറ്റി പറഞ്ഞു. നബിയെ പറഞ്ഞാൽ നീ ഉയരും. നബിയെ നീ ഉൾക്കൊണ്ടാൽ നീ ഉയരും. നബിയെ ഉൾക്കൊള്ളണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ ഉൾക്കൊണ്ടവർ ഉയരും.
തീർച്ചയായും വരും. നബിയെ തൊട്ടവരെല്ലാം ഉയരും. നബിക്ക് മുല കൊടുത്തവർ ഉയരും. നബിയെ സഹായിച്ചവർ ഉയരും. നബിയുടെ കൂടെ നടന്നവർ ഉയരും. എല്ലാം നബിയുടെ കൂടെ നടന്നവർ, നബിയെ സംരക്ഷിച്ചവർ, നബിയെ പറ്റി പറഞ്ഞവർ, നബിയെ പറ്റി പുസ്തകം എഴുതിയവർ, നന്മയുണ്ട് പുസ്തകം എഴുതിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ആത്മാർത്ഥമായി സഹകരിച്ചവർ ഒക്കെ ഉയരും. എല്ലാവരും ഉയരും. നമ്മുടെ നാട്ടിലുള്ള ചില അമുസ്ലിമുകൾ എന്ന് തോന്നിപ്പിക്കപ്പെടുന്ന നബിയെക്കെതിരെയുള്ള വാദഗതികൾക്ക് മറുപടി പറയുന്ന അമുസ്ലിം സഹോദരങ്ങൾ പോലും അഹ്ലു വർത്തഖി ഉയരും, മേലക്ക് കയറും. റസൂലുള്ളാഹി പറഞ്ഞു എന്നതാണ് കാരണം. ഉറപ്പായിട്ട് കയറും. അതെങ്ങനെയൊക്കെ എങ്ങനെയെല്ലാം എങ്ങനെയും ഇത് ലാഹിറൻ വ ബാത്തിന, ഉള്ളിലും പുറത്തും അവർ വരും. എന്തുകൊണ്ട്? ലോകത്തിൻ്റെ ഒരു കനകമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമല്ലാത്ത ഒരു നാടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാമാക്കി. എന്തുകൊണ്ട്? അതെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി അവർ സമർപ്പിച്ചു എന്നതാണ് കാരണം. നമുക്കതിനെ പറ്റൊന്നും അറിയൂല. നമ്മളെല്ലാം പ്രത്യക്ഷത്തിൻ്റെ ആളുകൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കറിയില്ല. ബിദിക്രി റസൂലില്ലാഹി അലൂ അർതഖി. ബിദിക്രി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ കൊണ്ട് അലൂ, ഞാൻ ഉയരും, വഅർതഖി, ഞാൻ കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആര് അതിന് ആ മഹാനിൽ മാത്രം ബാധകമല്ല. ഏതൊരാൾ നബിയെപ്പറ്റി പറഞ്ഞാലും അയാൾ ഉയരും. ആരും ഉയരും. ആരും ഉയരും. ജലീലുൻ ജമീലുൻ ഖുലുഖുഹു ദിക്റു റബ്ബിഹി ബശീറുൻ നദീറുൻ റബ്ബു സിദ്ഖിൻ മുസദ്ദഖി. ആരാണ് നബി? ജലീലുൻ, ഏറെ വളർമ്മയുള്ള ആളാണ്. ജമീലുൻ, ഏറ്റവും സുന്ദരനുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളും അങ്ങനെ വളർന്നിട്ടില്ല. അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, അർശിനും കുർസിയിനും ലോഹിനും കലമിനും ഉള്ളതിനേക്കാൾ സ്ഥാനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചിന്തിക്കുക. ജലീലുൻ ജമീലുൻ, ജലീലുൻ ഏറെ വളർമ്മയുള്ളവനാണ്. ഏറെ വളർമ്മയുള്ളവനാണ്. ആകാശവും ഭൂമിയും ഒരിക്കൽ തർക്കിച്ചു. അങ്ങനെയുണ്ട് ഒരു ഹിക്കായത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കിതാബിൽ. ആകാശവും ഭൂമിയും ഒരിക്കൽ തർക്കിച്ചു. എനിക്കിങ്ങനെ മഹത്വമുണ്ട്, എൻ്റെ മുകളിലാണ് മലക്കുകളുടെ താമസ സ്ഥലം എന്നൊക്കെ ആകാശം പറഞ്ഞു. ആരോട്? ഭൂമിയോട്. അപ്പോൾ ഭൂമി പറഞ്ഞു, വഫീ ബത്നി ഖബർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പള്ളൻ്റെ ഉള്ളിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാളെ ഖബർ കേട്ടോ. പിന്നെ ആകാശം വേണ്ടിയില്ല. പിന്നെ ആകാശം ഉണ്ടാകില്ല. മര്യാദ കടന്നു. പിന്നില്ല. വഹ്തജ്ജത്തിൽ അർളു അല സമാ. പിന്നെ ആ ഭൂമി നേടി. ആര് വർത്താനം പറഞ്ഞ് ജയിച്ചു? ആര്? ഭൂമി. ആരെക്കാൾ? ആകാശത്തെക്കാൾ. ആകാശവും ഭൂമിയും കൂടി തർക്കിച്ചപ്പോൾ ആകാശം പറഞ്ഞു, എൻ്റെ മുകളിലാണ് മലക്കൾ താമസിക്കുന്നതായിട്ടാണ്. ഭൂമി പറഞ്ഞു, വഫീ ബത്നി ഖബർ മുഹമ്മദ്, എൻ്റെ പള്ളൻ്റെ ഉള്ളിലാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ ഖബറുമിണ്ടേ. പിന്നെ ആകാശം ഉണ്ടില്ല. പിന്നെ ആകാശം ഉണ്ടാകില്ല. അർശിനേക്കാളും കുർസിയിനേക്കാളും ലോഹിനേക്കാളും കലമിനേക്കാളും എല്ലാം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ഹദീസ് ഷരീഫ് ഉണ്ടല്ലോ, ആ മണ്ണാണ് തുർബത്തു ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ഖബറിൻ്റെ മണ്ണാണ് അഫ്ളലായ മണ്ണ്. ഹത്താ അഫ്ളൽ മിൻ തുർബത്തിൽ കഅബ, കഅബയുടെ മണ്ണിനേക്കാൾ പോലും ഇതാണ് മഹത്വമുള്ളത്. തുർബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി നബിയെ തൊട്ടാൽ മതി. ബിദിക്രി റസൂലില്ലാഹി അലൂ വർതഖി. ജലീലുൻ, അത്രയേറെ വളർന്നുള്ള ആളാണിത്. അത്രയേറെ വളർമ്മയുള്ള ആളാണ്. ചിന്തിക്കണം, മനസ്സിലാക്കണം. മനസ്സിലാക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഫിത്ന ഫസാദ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൽബിൻ്റെ ഉള്ളിലേക്ക് കയറാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരിക്കലും ഇത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയവരുണ്ട്. അവരോട് പിന്തുടരുകയാണ് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നവർ പോലും. ജലീലും അത്രയേറെ വളർന്നുള്ള ആളാണ് ഹബീബ റസൂലുള്ളാഹി. ഇനി മേലഞ്ഞൊരാൾക്കും വളർന്നില്ല, അത്രയും വളർന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ലേ, ആകാശത്തിന്റെ മേലെ ഭൂമി തർക്കിച്ച് ജയിച്ചു. എന്തുകൊണ്ട്?
ജലീലായ ഹബീബായ നബിയുടെ ഖബർ ഷരീഫ് എൻ്റെ ബത്നിലല്ലേ? എൻ്റെ പള്ളൻ്റെ ഉള്ളിലാണ് റസൂലുള്ളാഹി ഉറങ്ങുന്നത്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഉറങ്ങാണെങ്കിൽ ഉറങ്ങാമെന്നും പറയാൻ ഞാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജലീലുൻ, അത്രയേറെ ജലീലാണ്, അത്രയേറെ ആ മണ്ണിന് പോലുമുള്ള സ്ഥാനം അങ്ങനെയാണ്. ചിന്തിക്ക്, അവിടുത്തെ ഖബർ ഷരീഫിൻ്റെ മണ്ണിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നു സയ്യിദുനാ ജിബ്രീൽ. പിന്നെ തസ്നീം പുഴയുടെ വെള്ളത്തിൽ നിന്ന് ആ മണ്ണിനെ കുഴച്ചു. അതിൻ്റെ സുലാലത്തിൽ നിന്നാണ് മുസ്തഫ നബിയെ സൃഷ്ടിച്ചത്. എന്നുണ്ട്, എത്രയോ കിതാബിലുണ്ട്. സാധാരണ വെള്ളമല്ല ഒഴിച്ച്, ഇത് വേറെ വെള്ളമാണ്. തസ്നീം പുഴ എന്ന് പറഞ്ഞാൽ അതിനെ യശ്റബുൽ മുഖറബൂൻ, മുഖറബീങ്ങൾ കുടിക്കുന്ന വെള്ളമാണത്. ആ വെള്ളത്തിൽ നിന്നാണ് റസൂലുള്ളാഹിനെ മോശെടുത്ത് റസൂലുള്ളാഹിൻ്റെ മണ്ണിലേക്ക് വെള്ളാക്കി. തസ്നീം പുഴ നടത്താം. തസ്നീം പുഴയെ പറ്റി ഖുർആനിലുണ്ടല്ലോ. വമിസാജുഹു മിൻ തസ്നീം ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ. തസ്നീം പുഴയിൽ നിന്ന് വെള്ളമെടുത്തിട്ട് അതുകൊണ്ടാണ് ഹബീബിൻ്റെ ആ സുലാലത്തിനെ, ആ പരിശുദ്ധമായ ആ ജസദ് ഷരീഫിനെ കുഴച്ചുണ്ടാക്കിയത്. അത്രയും ഉന്നതമാണ്. അതെങ്ങനെയൊക്കെ അതൊന്നും നമുക്കറിയില്ല, നമുക്കൊരു വിവരമില്ലല്ലോ. എനിക്ക് വരില്ല, വിവരമുള്ളവർ പറഞ്ഞോളി. ഇതൊക്കെ ചോദിക്കാം. അങ്ങനെ റസൂലുള്ളാഹിനെ പഠിച്ചപ്പോഴത്തിന് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ നബി വന്നത്. പിന്നെ വേറൊരു മണ്ണിലിട്ട് കുഴക്കൽ എങ്ങനെയാണ് മോരിയാരെന്ന് വെച്ചാൽ എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല. പക്ഷെ കിതാബിൽ ഞാനുണ്ട്. അത് ഹക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കണ്ട, എനിക്കത് ഉറപ്പാണ്, അത് ഹക്കാണ്. തസ്നീം പുഴയിൽ നിന്ന് വേറെ വെള്ളം എടുത്തിട്ട് ഈ മണ്ണിനെ കുഴച്ചു. ഏത് മണ്ണ്? അവിടെ ഖബർ ഷരീഫിലെ മണ്ണ്. ഖബർ ഷരീഫിലെ മണ്ണിൽ തസ്നീം പുഴയിലെ വെള്ളം കൂട്ടി കുഴച്ചുണ്ടാക്കിയ ജസദ് ഷരീഫാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങളും അങ്ങനെ നോമ്പൂറ്റൂടെ? 3 ദിവസമില്ല. ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീൻ, എൻ്റെ റബ്ബി എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട്. നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പണിയെടുത്തു. അപ്പോൾ തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ അവർക്ക് പരിപൂർണ്ണ റസൂൽ മുസ്തഫ സല്ലല്ലാഹു, എത്ര വളർമുള്ള ആളാണ്, എത്ര വളർമയുള്ള ആളാണ്. ഒരകട്ടിലേക്ക് അവിടുത്തെ കൈ കൊണ്ടുപോയി. ഹിജറ വരുന്ന വരവിൽ ഒരാടിനെ എൻ്റെ അകട്ടിൽ പാലില്ല. ഒരു വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ചു, എന്തെങ്കിലും തരുമോ? അപ്പോൾ പറഞ്ഞ ആടില്ല, അതിന് പാലില്ല. അപ്പോൾ പാൽപാത്രം തരുമെന്ന് പറഞ്ഞു. പാൽപാത്രം കൊണ്ടുപോയി. പിന്നെ പാലില്ലാത്ത ആടിൻ്റെ അകട്ടിന്ന് എന്ത് ചെയ്തു? പാല് കറന്നെടുത്തു റസൂലുള്ളാഹി. പിന്നെ ആ ഗോത്രക്കാർക്ക് ആ ആട് മരിക്കുന്നത് വരെയും ആ ഗോത്രക്കാർക്ക് എപ്പോൾ വന്നാലും ആടിനടുത്ത് മാറിട്ടു. എന്തേ? ഒരിക്കൽ റസൂലുള്ളാഹിനെ കയ്യായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കും, എന്താ പറയുള്ളത്? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു, ഇവിടെ ഒരാൾ വന്നു, ഇങ്ങനെ ഒരാൾ. അല്ലാ, അങ്ങനത്തെ ഒരാളാണെങ്കിൽ അത് മുഹമ്മദ് നബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആളെന്നെ. നിങ്ങളെന്താ വിചാരിച്ചു? പാലില്ലാത്ത ആടിൻ്റെ അകിട്ടിലേക്ക് ഹബീബായ റസൂലുള്ളാഹിയുടെ കൈ അങ്ങോട്ട് വെച്ചപ്പോൾ അത് നിറഞ്ഞു. പിന്നെ ആ ഗോത്രക്കാർക്ക് ഏത് വേനൽ വർഷമില്ലാതെ കാലത്തും ആര് വന്നാലും എന്ത് ചെയ്യും? ആ ആടിൻ്റെ അകിട പിടിച്ചാൽ പാലാണ്. എൻ്റെ ഒരിക്കൽ ആ ആടിനെ ആര് കറന്നിട്ടുണ്ട്? മുഹമ്മദ് മുസ്തഫ. അതാണ് ജലീൽ. അത്ര വളർമയുള്ള ആളാണ്, അത്ര വളർമയുള്ള ആളാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബ് എന്നവരും മുസ്തഫ നബിയും കൂടി യാത്ര ചെയ്യാണ്. അപ്പോൾ അബൂ താലിബിന് വെള്ളത്തിന് ഇതായി. അപ്പോൾ റസൂലുള്ളാഹി ഒരു കുഴിയുടെ പടവിലേക്ക് ഇറങ്ങി. അതൊരു വെള്ളം പൊട്ടി. അബൂ താലിബിന് എടുത്തു കൊടുത്തു. അവിടെ വെള്ളമില്ല. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തിന് വെള്ളം കിട്ടി. ജലീലുൻ അതേറെ വളർമയുള്ള ആളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്ത്? ഒരു കൊല്ലം കൊണ്ട് തന്നെ ഈത്തപ്പന തൈ കായ്ച്ചു.
എത്ര നല്ല ഉഷാറുള്ള തൈയാണെങ്കിലും 3 കൊല്ലം കൊണ്ടല്ലാതെ കായ്ക്കൂല. ഇതിവിടെ എന്താണ്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 300ഓളം ഈത്തപ്പന തൈ വെച്ച് അതിനെ നനച്ച് എന്ത് വേണം, അത് കായ്ച്ചു കഴിഞ്ഞാൽ മോചിതനാവും. ആര്? ഹബീബ അല്ല, സയ്യിദുന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു കൃത്യമായ കണക്കിനുള്ള സ്വർണ്ണ നാണയവും പറഞ്ഞു, സ്വർണം കൊടുക്കണം. എന്നാൽ അങ്ങനെ അവര് ഹബീബ റസൂലുള്ളാഹി 300 ഇല്ല 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 നഖീരൻ ഒരു ഈത്തപ്പന തയ്യിനെ ആര് നട്ടു? സയ്യിദുനാ ഖത്താബ് നട്ടു. ആ 299 അക്കൊല്ലം കായ്ച്ചു, ഒന്നൊഴിവായി. അപ്പോൾ ഹബീബ നബി ചോദിച്ചു, ഇതെന്തേ ഇതിങ്ങനെ? അതാരാ നട്ട്? അത് ഉമറാണ്. അതിനർത്ഥം ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ, ഇനിയിപ്പോൾ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കയ്യിന് ബർക്കത്തില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് ആരെ മാത്രം ഒഴിവാക്കാനാണ്? റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തില്ലാത്ത ആളാണോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്? അല്ല. അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ച റസൂലുള്ളാഹിനെ മാത്രം ഒഴിവാക്കലാണ്. അവിടെ തൈ കായ്ക്കാതിരിക്കണം. അത് ആരുദ്ദേശമാണ്? ഒരു കൈ കായ്ക്കാതിരിക്കലും 299 തൈ കായ്ക്കലും ആരുദ്ദേശമാണ്? അള്ളാഹുടെ ഉദ്ദേശമാണ്. എന്തേ? അത് കായ്ക്കാതിരുന്നാലേ ഈ കൈയിനെ മാത്രം മനസ്സിലാവൂ. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഏതെങ്കിലും ഒരു വിഡ്ഢിയെങ്കിലും പറഞ്ഞു ആ ജാതി ബഡ് തൈ വെച്ചുകൊണ്ടിട്ടുണ്ടാവും. അത് ബഡ് വിട്ട് വെച്ചതായിരിക്കും. ഇത് അങ്ങനെ കൊല്ലത്ത് കായ്ക്കും എന്നുള്ളൊരു അഭിപ്രായം ഇങ്ങനെ ചില നഴ്സറിക്കാരൊക്കെ പറയുന്നുണ്ട്. ഇത് അങ്ങനെയും പറയും. അതേ തൈയിൽപ്പെട്ടൊരു തൈ ഉമർ ഇബ്നുൽ ഖത്താബ് വെച്ചപ്പോൾ കായ്ച്ചതുമില്ല. ഉമറിൻ്റെ കയ്യിന് ബർക്കത്തില്ലേ? ഉണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഒപ്പം കൂടുമ്പോൾ ഇല്ല. ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതന്നെ ഇന്നതെന്നൊന്നുമില്ല. അത് അകട്ടിത്തൊട്ടാ പിന്നെ പാലായി. അത് ഈത്തപ്പന തൈയിൽ തൊട്ടാൽ അത് കായ്ച്ചു. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാപ്പ മരിക്കുമ്പോൾ നാടാകെ കൊടുക്കാനുണ്ട്. ജാബിറിന്റെ ബാപ്പ അബ്ദുള്ള എന്നവര് ഉഹദ് യുദ്ധത്തിൽ മരിച്ചു. അപ്പോൾ ജാബിറിനോട് ആളുകൾ കടം ചോദിക്കുന്നു. പ്രയാസക്കാരൻ ജനങ്ങൾക്ക് പൈസ കൊടുക്കാണ്ട് നാടാകെ ബാപ്പ മരിച്ചുകൊണ്ട് എല്ലാവരും ചോദിക്കും. അത്ര വലിയൊരു ആളൊന്നും അല്ല ജാബിർ. അപ്പോൾ ജാബിറിനോട് കടം വീട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാപ്പ വീട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ കെട്ടിക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് ഏറ്റു പോകുന്നതാണ്. തലേന്ന് രാത്രി ഞാനാണ് നേരത്തെ ആദ്യം മരിക്കാന്ന് അബ്ദുള്ള എന്നവർ പറഞ്ഞു. കാന അവ്വല ഷഹീദിൻ യൗമ ഉഹുദിൻ, ഉഹദിൽ ആദ്യം ഷഹീദായതും ആ മനുഷ്യൻ തന്നെയാണ് റളിയല്ലാഹു അൻഹു. പിന്നെ എന്ത് ചെയ്തു? ഈത്തപ്പന ഉഹദ് യുദ്ധത്തിന് വന്ന പിന്നെ ഈത്തപ്പന അറുക്കുന്ന സമയം, വിളവെടുക്കുന്ന സമയം ഈത്തപ്പഴങ്ങളൊക്കെ വിളവെടുത്തപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വന്ന് വാതിൽ തട്ടി. അപ്പോൾ മഞ്ഞ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അനാറും. അപ്പോൾ റസൂൽ ദേഷ്യപ്പെട്ടു. ഒരാൾ വീട്ടിൽ തട്ടിയാൽ അനാന്ന് പറയാൻ പാടില്ല, പേര് പറയണം. അതാ നിയമം. ആരാ ഞാൻ തന്നെ എന്ന് പറയാൻ പാടില്ല. അന്നെ പറയാ ആ സ്വരം മറ്റാക്കത്രേ. ഇത് വളരെ ശരിയാണ്, ശരായി പഠിപ്പിക്കാൻ അതിൻ്റെ ഉദ്ദേശം. അപ്പം എന്തായെന്നറിയോ? എന്തേന്ന് ചോദിച്ചു. ഈത്തപ്പ പിന്നെ കുറച്ച് ഉള്ളൂ, നാടാകെ വാപ്പ കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് ഈത്തപ്പഴവും ഇല്ല, എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഈത്തപ്പഴം അറുത്ത ജനങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇതാകട്ടെ ഞങ്ങൾക്ക് കഴിക്കാൻ മാത്രം ഈത്തപ്പഴമില്ല, എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു അറുത്തെടുത്തോ, നാളെ അറുത്തെടുത്തിട്ട് അതൊരു സ്ഥലത്ത് തോട്ടത്തിൽ തന്നെ കൂട്ടുക, പുറത്ത് കൊണ്ടുപോകരുത്. എന്നിട്ട് ചിന്നെ വിളിച്ചോ, അഭയം വരാം. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം അറുത്തെടുത്തു, തോട്ടത്തിൻ്റെ നടുവിൽ കൂട്ടി റസൂലുള്ളാഹിനെ വിളിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പന പഴം കൂട്ടിയതിൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു വിളിക്കിനി നാദിമൻ ലഹുദൈനു, ആർക്കൊക്കെ എൻ്റെ ബാപ്പ കൊടുക്കാനുണ്ടോ ഒക്കെ വരാൻ പറയാം. എല്ലാവരും ഇങ്ങനെ വന്നു. ഒരു അളവിൽ ഇങ്ങനെ അളന്നു കൊടുത്തു. ഒരു ചാക്ക്, 2 ചാക്ക്, 1.5 ചാക്ക്, ഇങ്ങനെ ഓർക്ക് കിട്ടാനുള്ള പൈസ അളവിൽ എന്ത് ചെയ്തു? ഈത്തപ്പഴം കൊടുത്തു എല്ലാവർക്കും കൊടുത്തു. റസൂൽ അവിടെ ഇരിക്കന്നെ. ഞാനും റസൂൽ ഈത്തപ്പഴം ബാക്കി. ഈത്തപ്പഴം എന്ത് ഒരു ഈത്തപ്പഴം കുറഞ്ഞില്ല. എന്തുകൊണ്ട്? ജലീലും അത്രയും വളർന്നുള്ള ആളാണ് ഇരിക്കുന്നത്. കടക്ക് വീടി എന്നിട്ടും കുടുംബത്തിന് കഴിക്കാൻ ഈത്തപ്പഴം ബാക്കിയാണ്. അതിൻ്റെ അടുത്ത് റസൂൽ ഇരിക്കുന്നുണ്ട്.
ഇത് മാജിക്കല്ല, ഇത് മാജിക്കല്ല, ഇത് മാജിക്കല്ല. മാജിക്കാണെങ്കിൽ പറ്റൂല, ഇത് മാജിക്കല്ല. റസൂലൊന്നും കാട്ടില്ല, റസൂൽ അവിടെ ഇരിക്കുന്നുണ്ട്. മാജിക്കാണെങ്കിൽ നടക്കൂല. എനിക്കൊരാൾ പണ്ടൊരു മാജിക് കാണിച്ചു. കടലാസ് 3-4 കടലാസ് മേശപ്പുറത്ത് കിടക്കണം. മനോരമ പത്രത്തിൽ ഇങ്ങനെ കാട്ടി 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 അയാൾ 300 400 4 കടലാസോ 3 കടലാസോ, എനിക്ക് 10 കൊല്ലം മുമ്പാണ്, 10-15 കൊല്ലം മുമ്പ്. അങ്ങനെ കാട്ടിയിട്ട് ഈ മനോരമൻ്റെ കടലാസ് കൊണ്ട് അയാൾ 300 400 അയാളെ കയ്യിലുള്ള നൂറ്റിനോട്ടാക്കി. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? ഞാൻ മദ്രസ മാലിന്യമാണ്, എത്ര ശമ്പളം? 1500. അപ്പോൾ ഞാൻ പറഞ്ഞു, 5 മിനിറ്റ് കൊണ്ട് 400 ഉറുപ്പ്യ ഉണ്ടാക്കാൻ കഴിയും, ഞങ്ങൾ എന്തിനാണ് 1500 ഉറുപ്പ്യൊക്കെ മദ്രസയിലേക്ക്? അപ്പോൾ ചിരിക്കുക, അത് നടക്കൂല ഉസ്താദേ. എന്ത്? എൻ്റെ കയ്യിൽ ഈ പൈസ ഉണ്ട്. ഫാസ്റ്റ് ടൈം മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഞാൻ കടലാസ് മാറ്റി പൈസ വെച്ച് നിങ്ങൾ കണ്ടില്ല. ഇതാണ് എന്ത് മാജിക്. കടലാസ് നോട്ടാക്കാൻ കഴിയില്ല, നോട്ട് കയ്യിൽ വേണം. പിന്നെ കണ്ണിട്ടല്ല കൺകെട്ട. ആ ഭാഷനെ നോക്കി നിങ്ങൾ സാധനം മാറ്റല്ല. പിന്നെന്താണ്? സാധനം മാറ്റലാക്കല്ല, സാധനം കെട്ടലല്ല. എന്താണ്? കണ്ണാണ് കെട്ടൽ, മറ്റൊരു കണ്ണ് കെട്ടാണ്. അതാണ് കൺകെട്ട്, അതാണ് ജാലവിദ്യ. ഇത് ഹബീബായ നബിയും ഈത്തപ്പഴവും ഞാനും ബാക്കിയായി. ഒരു ഈത്തപ്പഴം കുറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് എമ്പാടും തിന്നാൻ ഈത്തപ്പഴം ഉണ്ടാവും. ഞാൻ നാട്ടുകാരെ കട അന്ന് തേടി. എന്തുകൊണ്ട്? ജലീലുൻ അത്രയേറെ വളർന്നുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജമീലുൻ അത്ര വലിയ സുന്ദരനുമാണ്. അനസ് റളിയല്ലാഹു പറയാണ്, പൂർണ്ണചന്ദ്രൻ്റെ ദിവസം ഞാനും നബിയും കൂടിയിരുന്നു. ഞങ്ങളെല്ലാം കൂടിയിരിക്കുമ്പോൾ നളർതു ഇലാ വജ്ഹി റസൂലില്ലാഹി വഇലൽ ഖമരി വജ്ഹു റസൂലുള്ളാഹി അജലു മിൻ ഖമരിൻ. ഞാൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കും പൂർണ്ണചന്ദ്രനിലേക്കും നോക്കിയപ്പോൾ അതിനേക്കാൾ ശോഭ ആ മുഖത്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതാ റസൂൽ. വല്ലാത്തൊരു ചുരുക്ക. ജലീലുൻ ജമീലുൻ, വല്ലാത്തൊരു സൗന്ദര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വല്ലാത്തൊരു സൗന്ദര്യം എക്കാലത്തും മനുഷ്യനെ ആകർഷിപ്പിക്കുന്ന ഒരു ഘടകം. മനുഷ്യനെ ആകർഷിപ്പിക്കും എന്നും സൗന്ദര്യം. ചില ആളുകളെ കണ്ടെത്തുന്ന മനുഷ്യനെ അവിടുന്ന് പോയും. കണ്ടാൽ മനുഷ്യൻ പായുന്ന ആളുകളുണ്ട്, കണ്ടാൽ തന്നെ മനുഷ്യന്മാർ. ഇതങ്ങനെയല്ല. ഇത് ജമീലുൻ, വലിയ സുന്ദരനാ. പുണ്യ റസൂൽ സുന്ദരനാണ്, വലിയ സുന്ദരനാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെന്ന് പറഞ്ഞ ഒരു നിറഞ്ഞ സൗന്ദര്യം, വല്ലാത്തൊരു ചുർക്കാണ്. ജലീലുൻ ജമീലുൻ ഖുലുഖുഹു ദിക്റു റബ്ബിഹി ബശീറുൻ നദീറുൻ റബ്ബു സുദഖിൻ മുസദ്ദഖി. ജലീലുൻ ഏറെ വളർമയുള്ള ആളാണ്, ജമീലുൻ ഏറെ സുന്ദരനുമാണ്. ബാക്കി നാളെ പറയാം, ബാക്കി ശനിയാഴ്ച ക്ലാസ്സിൽ. جميع شؤون الخلق من شأن فيلقي فعيني وكلكالي وترسي ولقلقي قلامي ونقصي قد خدمت لذكره بذكر رسول الله علو وارتقي. جليل جميل خلقه ذكر ربه بشير نذير رب صدق مصدق. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബാണ്. എല്ലാം അല്ലാഹുവിൻ്റെ ഹബീബാണ്. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബാണ്, അല്ലാഹുവിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബാണ്, എല്ലാം അല്ലാഹുവിൻ്റെ ഹബീബാണ്. അല്ലാഹുവിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മഹത്വവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വപ്പെട്ടതാണ്. അതുകൊണ്ട് കവി പറയാണ്, ഞാൻ എൻ്റെ എല്ലാം എൻ്റെ കണ്ണും എൻ്റെ നെഞ്ചകവും എൻ്റെ കടലാസും എൻ്റെ പേനയും എൻ്റെ മഷിയും എൻ്റെ മഷിയും എല്ലാം അള്ളാഹിൻ്റെ ഹബീബിലേക്ക് ഞാൻ ഖിദ്മത്താക്കി സേവനമാക്കി ആ റസൂലുള്ളാഹിനെ പറഞ്ഞ് ഞാൻ ഉയരുകയും ഞാൻ മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്യും. നീ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു, നീ റസൂലുള്ളാഹിനെ മാത്രം പറഞ്ഞു, നീ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു, നിനക്കങ്ങനെ ഉയരുകയും നിനക്ക് മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്യാം. إلى حضرة المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങൾക്ക് നീ ഖൈർ തരണമേ റബ്ബേ. നിന്റെ ഈമാൻ ഞങ്ങൾക്ക് നീ നിറച്ചിരണമേ റബ്ബേ. നിന്റെ മുഅ്മിനീങ്ങൾ ഞങ്ങൾ നീ ചേർക്കണമേ റബ്ബേ. അല്ലാഹ് ഞങ്ങൾ ഉപ്പാക്കുമാക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. നിന്റെ സാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ ഉപ്പാക്കുമാക്കൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളിൽ പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ ഉപ്പാക്കുമാക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളിലാക്കണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. നിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീ ചേർക്കണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള ശൈത്വാനിയായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള ശൈത്വാനിയായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ശൈത്വാനിയായ രോഗങ്ങളിൽ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ശൈത്വാനിയായ രോഗങ്ങളിൽ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا رحمة